ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് മമ്മൂക്കയുടെ കാറ് സൈഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന കണ്ടു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോർജേട്ടനെ വിളിച്ചു. അപ്പോൾ ഞാൻ എയർപോർട്ടിലായിരുന്നു. മമ്മൂക്ക എയർപോർട്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എയർപോർട്ടിലില്ല. അപ്പോൾ തന്നെ മമ്മൂക്ക ഫോൺ വാങ്ങിച്ചു. നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിലാണ്. നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ മമ്മൂക്ക റോഡ് സൈഡിൽ കാറ് പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പം ചോദിച്ചു മമ്മൂക്ക ഇവിടെ എന്താന്ന് വെച്ചു. എൻ്റെ ഭാര്യയും മോളും വരുന്നുണ്ട്. അതായത് വൈഫിനെയും മോളെയും പിക്ക് ചെയ്യാൻ വേണ്ടി ആള് തന്നെ ഡ്രൈവ് ചെയ്ത് പോയി വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ നമുക്ക് എന്താണെന്നറിയോ, അത്രയും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ്. ഫാമിലീനെ ഇതിനിടയിലുള്ള ഒരു മമ്മൂക്കൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഡ്രൈവറെ വിട്ടിട്ട് നേരെ വീട്ടിൽ. അത്ര കെയറിങ് ആയിട്ടുള്ള ഒരു ഫാമിലി മാനാണ്. പിന്നെ വേറെ കാര്യമുണ്ട് ചേട്ടാ, ഭാര്യയാണ് അത്. മമ്മൂക്ക ഇത് കേൾക്കൂട്ടോ. ഓക്കെ, ഒരാൾ കൂടെ ചോദിക്കാം, ഫഹദ് ഫാസിൽ. ഫഹദുമായിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഫഹദ് ഒരു ഉഗ്രൻ ബേക്കറാണ്. അത് വരും. അത് ഇപ്പൊ ഫഹദ് എല്ലാ ഇന്റർവ്യൂസും ഞാൻ കാണുന്ന ഇന്റർവ്യൂസിലൊക്കെ ഫഹദ് പറയാറുണ്ട്, ഇല്ല ഫഹദ് ഡയറക്ഷൻ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഹി വിൽ ഡയറക്ട് എ മൂവി. അങ്ങനെ ഒരു സംവിധാനം ഫഹദിൽ നിന്ന് ഉണ്ടാകട്ടെ അല്ലേ? ഇപ്പോ വേണ്ട, കാരണം ഇപ്പോ അവൻ ബിസി വിത്ത് ആക്ടിങ്. അത് കാരണം ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഫഹദ് എന്നുള്ള നടന്. പക്ഷെ അത് കഴിയുമ്പോൾ ഫഹദ് ഒരു സിനിമ ചെയ്യും. ഫഹദിനെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ഒരു അത്ര സൗഹൃദം നിങ്ങൾ തമ്മിലുണ്ടോ? ഫഹദിനെ ഫോൺ വിളിക്കാറില്ല ഞാൻ. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് വിളിക്കാറില്ല. ആ സമയത്ത് അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നിരന്തരം ഞങ്ങൾ ഫഹദ് ബിസി ആവുന്നതിന് മുമ്പ് ഞങ്ങൾ നിരന്തരം, മറ്റേത് അവനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയല്ലേ നമ്മൾ ഇടയിൽ വിളിക്കാം. ഓക്കെ, ഇനി ഒരു റാപ്പിഡ് ഫയറോട് കൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആദ്യത്തത്, പൂച്ചക്കണ്ണ എന്ന് വിളിച്ച ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? പൂച്ചക്കണ്ണ വിളിച്ച ആരെയും ഞാൻ ഇതുവരെ ചീത്ത വിളിച്ചു. അതെന്താണെന്നറിയോ? പൂച്ചക്കണ്ണാണ് ചേട്ടന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന് ചേട്ടൻ അറിയാമോ? അതല്ലടോ. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ചട്ടുകാലുള്ള ഒരാളെ ചട്ടുകാലെന്ന് വിളിക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അത് അങ്ങനെ ഉള്ളതാണ്. ഇപ്പൊ എന്റെ കണ്ണങ്ങനെയാണ്, അതെനിക്ക് അറിയുന്നത്. ഇപ്പൊ ഇങ്ങനെ അല്ലാത്ത, ഇപ്പൊ ഞാൻ വീണേനെ ഞാൻ അങ്ങനെ വിളിച്ചാ വീണ അല്ലേ ഞാൻ ദേഷ്യപ്പെടില്ല, ഇവന് വട്ടാണെന്ന് വിചാരിക്കാത്ത. അതാണ്. അപ്പൊ എനിക്കങ്ങനെ ദേഷ്യമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല, ഞാൻ അതാണ് ഞാൻ ആലോചിച്ചത്. സ്കൂൾ ടൈമിൽ ഞാൻ ഒരു പയ്യനെ ഇടിച്ചിട്ടുണ്ട്. അത് പക്ഷെ പൂച്ചക്കണ്ണെന്ന് വിളിച്ചതല്ല, വേറെ എന്തോ ഒരു ആവശ്യം, അതെന്താന്ന് മറന്നു. ചേട്ടാ എനിക്ക് മനസ്സിലായി. ഓക്കെ, കരളയെ നിൻ കൈപിടിച്ചാലെന്ന കാര്യം നമ്മൾ ഒരുപാട് പാട്ട് പാടിയെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഭാര്യയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വളരെ മോശമായി ചേട്ടൻ ഒരു റൊമാൻറ്റിക് ആണെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചേട്ടാ ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞിട്ടും ചേട്ടന് വീട്ടിൽ പോകണം, 2 പെൺമക്കളെ കാണണം, എന്റെ ഭാര്യ ആ കാര്യത്തിൽ വളരെ ലിബറലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊക്കെ പറയാം, വീട്ടിൽ ചെന്നിട്ട് ഇടി അതൊക്കെ ഞാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണെന്ന് അല്ലേ ചേട്ടാ? ശരി, മൂന്നാമത്, വിനീത് എന്ന പേരുള്ള എല്ലാവരും അത്ര വിനീതന്മാരായി തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ 3 പേര് 3 തരം സ്വഭാവക്കാരെ ഞങ്ങൾ പ്രോഗ്രാംസിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെയും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. 3 പേര് 3 തരത്തിലുള്ളതാണ്.